സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്ന മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ആരാണ് മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആരാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദൈവവചനം ഇതേക്കുറിച്ച് എന്തു പറയുന്നു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ തന്നെ മഹദിയാം ബാബിലോൺ അത് ജെറുസലേമിലെ ഒരു അവിശ്വസ്ത കൂട്ടത്തെ ദൈവം വിളിച്ചിരിക്കുന്ന ഓമന പേരാണ് അല്ലേ. ഓരോരോ പ്രവൃത്തിക്കനുസൃതം കർത്താവ് ചില പേരുകൾ ചില വ്യക്തികൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവം ഒരു പ്രത്യേക ഓമന പേരിട്ട് ഗോഗെന്നും മാഗോഗെന്നും കുറുക്കനെന്നും ഒക്കെ വിളിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ മർമ്മം മഹദിയാം ബാബിലോൺ തന്നെയുമല്ല, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും അവൾ മാതാവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ജെറുസലേം നഗരത്തിലെ അല്ലെങ്കിൽ ജെറുസലേമിലെ ഒരു അവിശ്വസ്ത കൂട്ടത്തെയാണ് ദൈവം അങ്ങനെ വിളിച്ചിരിക്കുന്നത്. ബൈബിൾ പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ള, എപ്പോഴും ദൈവത്തോട് മറുതലിച്ചിട്ടുള്ള, കഠിന നെറ്റിയുള്ള, കഠിന ഹൃദയമുള്ള ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പോലും പരീശന്മാരെക്കുറിച്ചും സാധുക്കരെക്കുറിച്ചും അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള പുരോഹിത ഗണത്തെക്കുറിച്ചും കർത്താവ് പല വാക്കുകളും അവരെക്കുറിച്ച് പറഞ്ഞതും, അല്ലെങ്കിൽ അവർക്ക് ന്യായവിധി വരുമെന്ന് പറഞ്ഞതും, അല്ലെങ്കിൽ സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അവിശ്വസ്ത കൂട്ടത്തെയാണ് മഹദിയാം ബാബിലോൺ എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ജെറുസലേമിനെയാണ് അതങ്ങനെ വിളിച്ചിരിക്കുന്നതെങ്കിലും ജെറുസലേമിലെ ഒന്നടങ്കമല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ജെറുസലേമിലെ ഒരു അവിശ്വസ്ത കൂട്ടത്തെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ജെറുസലേം എന്ന് പറയുന്ന ആ ദേശത്ത് ജനിച്ചു വളർന്ന അനേകരെ വിശുദ്ധരായും ദൈവം വിളിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അടച്ചാക്ഷേപിച്ച് ജെറുസലേമിനെ മൊത്തത്തിലല്ല ദൈവം അങ്ങനെ വിളിക്കുന്നത്, അതിലെ ഒരു അവിശ്വസ്ത കൂട്ടത്തെയാണ് ദൈവം അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചിന്തിക്കാൻ കഴിയും? നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് തിരുവചനം ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ജെറുസലേം ആരായിരുന്നുവെന്നും ജെറുസലേം എന്തായി തീർന്നുവെന്നും നമുക്ക് പ്രാരംഭമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ഈ ജെറുസലേം ആരായിരുന്നു? നമുക്ക് ക്രമമായി ചിന്തിക്കാം. സങ്കീർത്തനം 125-ന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നേക്കും നിലനിൽക്കുന്ന നഗരമാണ് ജെറുസലേം. സങ്കീർത്തനം 76-ന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് ജെറുസലേം. ജോയേൽ 3-17 പറയുകയാണ്, വിശുദ്ധ സ്ഥലം എന്നാണ് ജെറുസലേമിനെ വിളിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 87-ന്റെ 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ നഗരമെന്നും, അപ്പോൾ തന്നെ ആ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് ജനതകളുടെ മാതാവ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 87 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അത് ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേമിനെ കുറിച്ചും ജനതകളുടെ മാതാവാണ് അവൾ, ഒരു മാതൃത്വമുള്ളവളായിരുന്നു അവൾ എന്നുള്ളത് അവിടെ പറയുകയാണ്. അപ്പോൾ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ന്റെ 1 പറയുകയാണ്, വിശുദ്ധ നഗരം എന്നാണ് ജെറുസലേമിനെ വിളിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 50-ന്റെ 2-ാം വാക്യത്തിൽ സൗന്ദര്യ തികവുള്ള നഗരം എന്നാണ് വിളിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 132-ന്റെ 13-ാം വാക്യം ദൈവം വാസസ്ഥലമാക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇടം എന്നാണ് വിളിച്ചിരിക്കുന്നത്. 106-ന്റെ 24-ാം വാക്യത്തിൽ മനോഹര ദേശം എന്നാണ് ജെറുസലേമിനെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ വിലാപം 1-ന്റെ 1 പറയുകയാണ്, ജാതികളിൽ മഹതിയായവളായിരുന്നു ജെറുസലേം എന്ന് പറയുകയാണ്. വിലാപം 4-ന്റെ 1 പറയുകയാണ്, അവർ നിർമ്മല തങ്കമായിരുന്നു എന്ന് പറഞ്ഞാൽ തനി പൊന്നായിരുന്നു അവർ എന്ന് ദൈവം വിളിച്ചിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ന്റെ 35-ാം വാക്യത്തിൽ പറയുകയാണ്, മഹാരാജാവിൻ്റെ നഗരം എന്നാണ് ജെറുസലേമിനെ വിളിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 48-ന്റെ 2-ലും ജെറുസലേം മഹാരാജാവിൻ്റെ നഗരമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജനതകളിൽ മഹതിയായവൾ, നിർമ്മല തങ്കമായിരുന്നവൾ, മഹാരാജാവിൻ്റെ നഗരമായിരുന്നവൾ, എന്നേക്കും നിലനിൽക്കുന്ന പട്ടണമായിരുന്നവൾ, ദൈവത്തിൻ്റെ വാസസ്ഥലമായിരുന്നവൾ, വിശുദ്ധ സ്ഥലമായിരുന്ന ഈ സ്ഥലം, അല്ലെങ്കിൽ സൗന്ദര്യ തികവുള്ള ഈ നഗരം, ദൈവം വാസസ്ഥലമാക്കുവാൻ തിരഞ്ഞെടുത്ത ഈ സ്ഥലം, എങ്ങനെയാണ് ഇവൾ മോശമായിട്ടുള്ളൊരു കഥാപാത്രമായി തീർന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജെറുസലേം ആരായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജെറുസലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം അത്രത്തോളം പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ഒത്തവിധം ദൈവം തിരഞ്ഞെടുത്ത ഒരു പട്ടണമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ന്റെ 21 പറയുകയാണ്, വിശുദ്ധ നഗരം
വേശ്യയായി തീർന്നത് എങ്ങനെ എന്ന് ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ ഇത്ര പവിത്രമായ തങ്കത്തെ പോലെ ഇരുന്ന, അല്ലെങ്കിൽ തനി പൊന്നായിരുന്ന, ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും പ്രിയപ്പെട്ടിരുന്ന, ദൈവം വാസസ്ഥലമാക്കുവാൻ തിരഞ്ഞെടുത്ത ഈ സ്ഥലത്തെക്കുറിച്ച് യെശയ്യാ ചോദിക്കുകയാണ്, വിശുദ്ധ നഗരം വേശ്യയായി തീർന്നത് എങ്ങനെ? ഇനി പറയാൻ പോകുന്ന ചില പദങ്ങൾ വളരെ വിഷമത്തോടുകൂടെ മാത്രമാണ് നമുക്ക് ജെറുസലേമിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതിൻ്റെ ചിന്തയ്ക്ക് ആധാരമായി തിരുവചനം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ദൈവവചനത്തിൽ മഹദിയാം ബാബിലോൺ ആരെന്ന് പഠിക്കുമ്പോൾ കൃത്യമായി ജെറുസലേമിനെ കുറിച്ചാണത് പറഞ്ഞിരിക്കുന്നതെന്നും, അപ്പോൾ തന്നെ ജെറുസലേം ആരായിരുന്നുവെന്നും ഇപ്പോൾ ജെറുസലേം എന്തായി തീർന്നുവെന്നും നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ജെറുസലേമിനെ കുറിച്ച് ദൈവം വിശേഷിപ്പിച്ചിരിക്കുന്ന ചില പദങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിവിടെ വായിച്ചു യെശയ്യാ 1:21 വിശുദ്ധ നഗരം വേശ്യയായി തീർന്നു. എസെക്കിയേൽ 16:30 പറയുകയാണ്, നാണം കെട്ട വേശ്യയുടെ പ്രവൃത്തി ചെയ്തവൾ എന്നാണ് ജെറുസലേമിനെ ദൈവം വിളിച്ചിരിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 16-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന പദങ്ങൾ മാത്രം ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത അമ്മയുടെ മകൾ എന്ന് ജെറുസലേമിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത സഹോദരിയുടെ സഹോദരി എന്ന് ജെറുസലേമിനെ വിളിച്ചിരിക്കുകയാണ്. സമരിയായുടെ അനിയത്തി എന്നും സോതോമിൻ്റെ ചേച്ചി എന്നും ജെറുസലേമിനെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, അബ്രാഹത്തിൻ്റെയും സാറയുടെയും സന്തതി പരമ്പരകളിൽ പെട്ട ഈ മനുഷ്യരെയാണ് ജെറുസലേം എന്നും, അല്ലെങ്കിൽ ജെറുസലേം നിവാസികളെന്നും ഇസ്രായേൽ എന്നും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം ഇവിടെ പറയുകയാണ്, ഹിത്യ സ്ത്രീയുടെയും ആമോര്യ പുരുഷൻ്റെയും മകളാണു നീ എന്ന് ദൈവം വിളിക്കേണ്ടതായി വന്നു. അടുത്ത പോയിന്റ്, അമ്മയെപ്പോലെ തന്നെ മകൾ എന്നുള്ള പഴഞ്ചൊല്ലിന് അർഹയാണ് ജെറുസലേം എന്ന് ദൈവം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അമ്മ വേലി ചാടി അതുകൊണ്ട് മകൾ മതിൽ ചാടുന്നതിൽ അത്ഭുതമില്ല എന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പറയാറുണ്ട്, സ്വഭാവ ഗുണം കൊണ്ട്. അതേപോലെ തന്നെ ഇവിടെ ജെറുസലേമിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അമ്മയെപ്പോലെ തന്നെയാണ് മകളും എന്നുള്ള പഴമൊഴി നിങ്ങൾക്ക് അനുയോജ്യമാണ് ജെറുസലേമേ എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ തന്നെ എസെക്കിയേൽ 16:31 പറയുകയാണ്, കൂലി നിരസിച്ച വേശ്യ എന്നാണ് ജെറുസലേമിനെ ദൈവം വിളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂലി വേണ്ട, വേശ്യാവൃത്തിക്ക് പണം വാങ്ങാതെ വേശ്യാവൃത്തി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഭർത്താവിനെ മറന്ന് അന്യപുരുഷൻ്റെ കൂടെ വ്യഭിചരിക്കുന്നവൾ എന്നാണ് ജെറുസലേമിനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ കാമുകന്മാരെ സമ്മാനം നൽകി വശീകരിക്കുന്നവൾ എന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജെറമിയ 2:33, 3:1, 4:30 ഇവിടെയൊക്കെയും ജെറുസലേമിൻ്റെ കാമുകന്മാരെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മണവാളനെ വിട്ട് അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ ആ പുരുഷനെ വിട്ട് അന്യ കാമുകന്മാരുടെ പുറകെ പോകുന്ന ഒരു സ്ത്രീയോട് ജെറുസലേമിനെ ദൈവം ഉപമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വെളിപ്പാട് 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ ജെറുസലേമിനെ ദൈവം വിളിച്ചിരിക്കുകയാണ്, സോതോം എന്നും ഈജിപ്ത് എന്നും ദൈവം ഇവരെ പ്രതീകാത്മകമായി വിളിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ സ്വഭാവം സോതോമിനേക്കാളും ഈജിപ്തിനേക്കാളും വഷളായി തീർന്നു. അതുകൊണ്ട് ദൈവം അവളെ വിളിച്ചിരിക്കുകയാണ്, ജെറുസലേമിനെ വിളിച്ചിരിക്കുകയാണ് സോതോം എന്നും ഈജിപ്ത് എന്നും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ വെളിപ്പാട് 17-ന്റെ 5-ാം വരുമ്പോൾ മഹദിയാം ബാബിലോൺ മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ് എന്നുള്ള പുതിയൊരു പേരിൽ ഇവൾ അറിയപ്പെടുകയാണ്. അപ്പോൾ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 23-ന്റെ 37 കർത്താവ് തന്നെ പറഞ്ഞു, പ്രവാചകന്മാരെയും കൊന്നവളും അല്ലെങ്കിൽ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളുമായ ജെറുസലേമേ എന്നാണ് കർത്താവ് തന്നെ അവളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ നഗരമായ ജെറുസലേം ഇങ്ങനെ ഒരു വേശ്യാ നഗരമായി ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച സ്ത്രീയാണ് ഇവളെന്നും പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഇവളെ കണ്ടപ്പോഴാണ് യോഹന്നാൻ ഞെട്ടുകയാണ്. ഇന്നിപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ ജെറുസലേം ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കും വളരെ ഒരു ഞെട്ടലോടുകൂടി തന്നെയാണ് നമുക്ക് ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏറെ നാൾക്ക് മുൻപ് വരെ നമ്മൾ ഒരിക്കലും ജെറുസലേമാണ് ഈ ഒരു മഹദിയാം ബാബിലോൺ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നമ്മളത് കത്തോലിക്ക സഭയാണെന്നും അല്ലെങ്കിൽ റോമാണെന്നും അല്ലെങ്കിൽ ഇന്ന് ആധുനികമായി പഠിപ്പിക്കുന്ന പല പഠിപ്പിക്കലുകൾ പുതിയ സിറ്റിയാണെന്നും അല്ലെങ്കിൽ മറ്റുള്ള സൗദിയാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷേ ദൈവം അന്ത്യകാലത്ത് തൻ്റെ ദാസന്മാർക്ക് വെളിപ്പാടുകൾ നൽകുമ്പോൾ, വെളിപ്പാട് എന്ന് പറഞ്ഞാൽ പുതിയ വെളിപ്പാടല്ല,
ദൈവവചനത്തിൽ ഉള്ള സത്യങ്ങൾ അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, അത് സത്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ മർമ്മമഹതിയാം ബാബിലോൺ അത് ജെറുസലേം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച പ്രാരംഭ ഭാഗത്തിൽ ചിന്തിച്ചത് ജെറുസലേം ആരായിരുന്നു, അപ്പോൾ തന്നെ ഈ ജെറുസലേം എന്തായി തീർന്നു, അവളെ ദൈവം വിളിച്ചിരിക്കുന്ന വിശേഷണ പേരുകളാണ് നമ്മളിവിടെ ക്രമമായി നമ്മൾ ചിന്തിച്ചത്. അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ മുൻപിൽ ജെറുസലേം എങ്ങനെ ഇങ്ങനെ മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവായി തീർന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ 1 രാജാക്കന്മാർ 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുകയാണ്, യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ ക്രുദ്ധിപ്പിച്ചു. ഇവിടെ പ്രത്യേകം പറയുന്ന ഒരു പദപ്രയോഗമാണ്, അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ ക്രുദ്ധിപ്പിച്ചു. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, എന്തുകൊണ്ട് ജെറുസലേം ഇങ്ങനെ ആയിത്തീർന്നു? അപ്പോൾ തന്നെ അവരുടെ പിതാക്കന്മാരുടെ പാപങ്ങളുടെ അളവ് അവർ കാലങ്ങൾ ചെല്ലുന്തോറും പൂരിപ്പിക്കുന്നതായി നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പിതാക്കന്മാരുടെ പാപമല്ല ഇന്നുള്ള തലമുറകൾ നിവർത്തിക്കുന്നത്, അതിലും വലിയ കട്ടിയുള്ള പാപങ്ങളാണ് അവർ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ എന്തെങ്കിലും പാപം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്കും കൂടി പാപങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ജെറുസലേമിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു പദപ്രയോഗം അവിടെ കാണുന്നത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അല്ലെങ്കിൽ എസെക്കിയേൽ പ്രവാചകനും സ്തേഫാനൂസും പൗലോസ് അപ്പോസ്തലനും യോഹന്നാനും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഇതേക്കുറിച്ച്, അതായത് പ്രോഗ്രസീവായിട്ട് പാപങ്ങളെ പൂർത്തീകരിക്കുന്ന, അപ്പോൾ തന്നെ ന്യായവിധിക്ക് അർഹരായി തീരുന്ന ഈ ജെറുസലേമിനെ കുറിച്ച്, മർമ്മമഹതിയാം ബാബിലോണിനെ കുറിച്ച്, അവളുടെ ന്യായവിധിയെക്കുറിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20-ന്റെ 4-ാം വാക്യം, മനുഷ്യപുത്ര, നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിച്ചു പറയേണ്ടത്. അപ്പോൾ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ ഓർപ്പിച്ച് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന തലമുറയോട് പറയാൻ ദൈവം പറയുകയാണ്. എസെക്കിയേൽ 8-ന്റെ 6-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ? എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ കാണും. ഇവിടെ പറയുകയാണ്, പിതാക്കന്മാരെക്കാൾ വഷളായി പോയ തലമുറയോട് പറയുകയാണ്, പിതാക്കന്മാരുടെ തെറ്റുകളെ ഓർപ്പിച്ച് പറയണം. അപ്പോൾ തന്നെ പറയുകയാണ്, ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന്, ഈ വിശുദ്ധ ജെറുസലേം നഗരത്തിൽ നിന്ന് എന്നെ തുരത്തുവാൻ വേണ്ടി ഇവർ ചെയ്യുന്ന മ്ലേച്ഛതകൾ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അശുദ്ധമായ ഒരു സ്ഥലത്ത് ദൈവത്തിന് വസിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, എന്നെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കുവാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ കണ്ടോ? എന്നിട്ട് പറയുകയാണ്, കടുത്ത മ്ലേച്ഛതകൾ നീ കണ്ടോ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ ഇനിയും കാണും. അപ്പോൾ ഇവിടെ മർമ്മമഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് വിളിച്ചിരിക്കുകയാണ് ദൈവം. ഇവിടെ എസെക്കിയേലിലൂടെ ദൈവം ചോദിക്കുകയാണ്, ഇതിനേക്കാൾ വലിയ മ്ലേച്ഛത നീ കാണുവാനിടയായി തീരുമെന്ന് പറയുകയാണ്. ഇതൊന്നുമല്ല, ഇനി കാണാൻ പോകുന്ന മ്ലേച്ഛത ഇതിലും ഭയാനകമാണ് എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പ്രോഗ്രസീവായിട്ട് ദൈവം ഈ ജനം, ജെറുസലേം നഗരം അവരുടെ പാപങ്ങളെ പൂർത്തീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ന്റെ 32-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ, പാമ്പുകളെ സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ആരെയാണ് കർത്താവ് പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളാൻ പറഞ്ഞത്? കർത്താവ് സ്വന്തത്തിലേക്കാണ് വന്നത്, യഹൂദന്മാരുടെ മധ്യത്തിലേക്കാണ് വന്നത്. കർത്താവ് അവരെ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ പരീശന്മാരോടും സാധുക്യരോടും വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ, നിങ്ങൾക്ക് നരകവിധി ഒഴിഞ്ഞു പോകാൻ അസാധ്യമാണ്, നിങ്ങൾക്ക് തീർച്ചയായും ന്യായവിധിയിൽ അകപ്പെടും എന്നുള്ളത് കർത്താവ് തന്നെ ഇവിടെ പറയുകയാണ്. അപ്പസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യത്തിൽ പറയുകയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിലും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുന്നു. ഇവിടെയും പ്രത്യേകം പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. കാരണം എന്താ? പരിശുദ്ധാത്മാവിനോട് എപ്പോഴും മറത്തു നിൽക്കുന്നവരാണ് നിങ്ങളെന്ന് പറയുകയാണ്. 52-ാം വാക്യം, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ, നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ഏത് പ്രവാചകനെ ഉണ്ട് പീഡിപ്പിക്കാത്തതായി? ഇവിടെ ഇതാ, നീതിമാന്റെ ആഗമനത്തെക്കുറിച്ച് മുന്നറിയിച്ചവനെ നിങ്ങൾ കൊന്നുകളഞ്ഞു.
എന്ന് സ്തെഫാനോസ് പറയുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ എന്താണ് അവിടെ ഉണ്ടായത്? കോപപരവശരായി ചെവി പൊത്തിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് സ്തെഫാനോസിനെതിരെ പാഞ്ഞെടുത്തുകൊണ്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ സ്തെഫാനോസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ന്യായവിധി വരും എന്ന് കർത്താവോട് പറയുകയാണ്. അപ്പോൾ തന്നെ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് എന്താണ് ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. യഹൂദന്മാർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളുമാകുന്നു. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. കണ്ടോ, ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. അപ്പോൾ യഹൂദന്മാർ കർത്താവിനെ കൊന്നവരും പ്രവാചകന്മാരെ കൊന്നവരും ഞങ്ങൾ സുവിശേഷം പറയുമ്പോൾ ഞങ്ങളെ ആട്ടിപ്പായച്ചവരുമാണ്. ജാതികളുടെ രക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ അവരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെയും വന്ന് പ്രശ്നമുണ്ടാക്കിയവരാണ് നിങ്ങൾ, ജെറുസലേം നിവാസികൾ അല്ലെങ്കിൽ ഇസ്രായേലിയർ എന്നിവിടെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, യഹൂദന്മാരെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ പൂരിപ്പിക്കുന്നു, നിങ്ങളത് ബാക്കിയുള്ള പാപങ്ങൾ കൂടി ചെയ്ത് ആ പാപം പൂർണ്ണമായി കഴിയുമ്പോൾ ദൈവം ന്യായം വിധിക്കും എന്നുള്ളത് പൗലോസോട് പറയുകയാണ്. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു, ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വെളിപ്പാട് 17-6 വാക്യത്തിൽ എന്താണ് നമ്മൾ വായിച്ചത്? വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു, അവളെ കണ്ട് ഞാൻ അധികം ആശ്ചര്യപ്പെട്ടു. ഇവിടെ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് വിശുദ്ധന്മാരെ കൊന്ന് അവരുടെ രക്തം ചിന്തിയിരിക്കുന്ന ഈ നഗരത്തെ ദൈവം വിളിക്കുകയാണ്. മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് വിളിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്കു പ്രസവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. പൗലോസ് വ്യക്തമായി പറയുകയാണ്, സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ നമുക്കറിയാം എതിർ ക്രിസ്തു വന്ന് എന്ന് പറഞ്ഞാൽ റാപ്ചറിന് ശേഷം എതിർ ക്രിസ്തു വന്ന് ഇവരുമായി ഉടമ്പടി ചെയ്യുമ്പോൾ സമാധാനമെന്നും ഭദ്രതയുമെന്നും പറയുമ്പോൾ ദൈവത്തെ വിട്ട് ആരുടെ കൂടെ കൂടിയോ? സത്യമണവാളനെ വിട്ട് വ്യാജ കാമുകൻ്റെ കൂടെ കൂടിയ ഈ ജെറുസലേമിലെ അവിശ്വസ്ത ഗണത്തെ ദൈവം വിളിക്കുകയാണ്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ പെട്ടെന്ന് അവർക്ക് നാശം വന്ന് ഭവിക്കും. ആ എതിർ ക്രിസ്തുവും സന്നാഹവും ഇവളെ ദഹിപ്പിച്ച് കളയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. വെളിപ്പാട് പുസ്തകം 16-19 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, ജനതകളുടെ പട്ടണങ്ങൾ നിലംപതിച്ചു, തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ദൈവം അവളെ ഓർത്തു എന്ന് മാത്രമാണ് പറയുന്നത് സത്യവേദ പുസ്തകത്തിൽ. ഇവിടെ POC ബൈബിളിലാണ് ഈ ഒരു പദം പ്രത്യേകമായി കിടക്കുന്നത്. എന്താണ് അവിടെ പറയുന്നത്? അതായത് ജനതകളുടെ പട്ടണങ്ങൾ നിലപതിച്ചു, തൻ്റെ ഉഗ്രകോപത്തിൻ്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു. മനസ്സിലായോ? അപ്പോൾ ദൈവം ഇവളെ ന്യായം വിധിക്കുവാനായിട്ട് ലോകത്തിലെ ശേഷിക്കുന്ന ദുഷ്ടന്മാരോട് ദൈവം ഇടപെടുമ്പോൾ, സകല മാനവകുലത്തോട് ദൈവം ഇടപെടുമ്പോൾ പ്രത്യേകമായി ദൈവം ഓർത്ത് ശിക്ഷ ചെയ്യുന്ന ഒരുവളാണ് ഈ മഹദിയാം ബാബിലോൺ. ഇവിടെ പറയണം, മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർത്തു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് POC ബൈബിളിൽ മാത്രമാണ്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും നമ്മൾ കാണുമ്പോൾ ജെറുസലേമിനെ ദൈവം ന്യായം വിധിച്ചതിന് ശേഷം സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. അപ്പോൾ സ്വർഗത്തിലെ വിശുദ്ധന്മാരോടും അപ്പസ്തലന്മാരോടും പ്രവാചകന്മാരുമായുള്ളവരോടുമൊക്കെ പറയുകയാണ്, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തി എന്നാണ് പറയുന്നത്, അല്ലേ? അവളെ ചൊല്ലി നിങ്ങൾ ആനന്ദിച്ചോളാൻ പറയുകയാണ് ന്യായവിധി കഴിഞ്ഞതിന് ശേഷം. 24-ാം വാക്യത്തിൽ പറയുകയാണ്, പ്രവാചകന്മാരും വിശുദ്ധന്മാരും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അപ്പോൾ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെയും അല്ലെങ്കിൽ വിശുദ്ധരെയും കൊന്നതാരാണ്? നമ്മൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ, പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളുവിൻ, പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു.
അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചെമ്മട്ടി കൊണ്ട് അടിപ്പിക്കുകയും പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരക്യാവിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറമേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ജെറുസലേമേ, ജെറുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവളെ കല്ലെറിയുകയും ചെയ്തവളെ, അല്ലെങ്കിൽ നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരക്യാവിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു എന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ ഓർപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ എന്താണ് വായിച്ചത്? സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. ഈ നീതിമാന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും രക്തം ചിന്തിയ കുറ്റം ചുമത്തപ്പെട്ട ഒരുവളെയാണ് ദൈവം ഇപ്പോൾ ന്യായം വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ജെറുസലേം എന്ന് പറയുന്ന ഈ നഗരത്തെ തന്നെയാണ് ദൈവം മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. എതിർ ക്രിസ്തുവിൻ്റെ പുറകെ പോയ അവിശ്വസ്തരായ ജെറുസലേമിലെ ഒരു പറ്റം ദൈവിക ആലോചനകളെ തള്ളിക്കളഞ്ഞ, അല്ലെങ്കിൽ 144,000 പേരുടെയും 2 സാക്ഷികളുടെയും ആലോചനയെ തള്ളിക്കളഞ്ഞ ഒരു പറ്റം അവിശ്വസ്ത ഗണത്തെയാണ് ഇവിടെ പറയുന്നത് മഹദിയാം ബാബിലോൺ, മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് പേരുള്ള നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ഇവൾ വിശുദ്ധന്മാരുടെ രക്തവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് മത്തയായിരിക്കുന്ന സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ POC ബൈബിളിൽ പറഞ്ഞതുപോലെ അവളെ ന്യായം വിധിക്കുവാൻ ദൈവം ദൈവസന്നിധിയിൽ പ്രത്യേകം ഓർത്തു അവളെ ന്യായം വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അപ്പസ്തലന്മാരെ, വിശുദ്ധരെ, നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിച്ചു കൊന്ന നിങ്ങളുടെ രക്തത്തിന് വേണ്ടി ഇതാ പ്രതികാരം ചെയ്തിരിക്കുന്നു, ദൈവം അത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആ ന്യായവിധി നടത്തുന്നത് ജെറുസലേം എന്ന് പറയുന്ന അവിശ്വസ്ത ഗണത്തെയാണ്. അവളെയാണ് മഹാബാബിലോൺ, വേശ്യമാരുടെ മാതാവ് എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. നാം അതിനുവേണ്ടി ഒരുങ്ങുക. കർത്താവ് ദൈവരാജ്യത്തിൻ്റെ ആ നിർത്തൽ ചെയ്തുകൊണ്ട് അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിലൂടെ ഇന്ന് കൃപയുടെ സുവിശേഷത്തിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെട്ട് രക്ഷിക്കപ്പെടുന്നൊരു അവസ്ഥ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെ രക്ഷിക്കപ്പെടുന്നൊരു കൂട്ടത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വരും. ദൈവരാജ്യം എന്ന് പറയുന്ന ബൃഹത്തായ ഒരു സംവിധാനം ദൈവം ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പല വിളികളുണ്ട്, പല വഴികളുണ്ട്. എന്നാൽ നമ്മളെ വിളിച്ചിരിക്കുന്നതും നമുക്കുള്ള വഴിയും കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ക്രൂശിലൂടെയുള്ള സൗജന്യ രക്ഷയാണ്. കൃപയുടെ സുവിശേഷത്തിലാണ് നമ്മുടെ ശ്രദ്ധയിരിക്കേണ്ടത്. ആ സുവിശേഷ പ്രകാരം പ്രവൃത്തി കൂടാതെ സൗജന്യമായി കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല എന്ന് പറയുന്നൊരു പദ്ധതിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം ചിന്തിക്കുക. അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പണിപ്പുരയിലായിരിക്കാം. കർത്താവിൻ്റെ റാപ്ചറിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ദൈവം തന്നെ കൃത്യമായ സമയങ്ങളിൽ ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.